നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മോട്ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ടെലഗ്രാമിലെ വെൽക്കം മെസ്സേജ് ബോട്ടിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബോട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡൗട്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ട് ഗ്രൂപ്പിലൊന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് ചാനൽ ആദ്യമേ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലിങ്ക് അതാ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് എടുത്താൽ ഇതുപോലെ ആയിരിക്കും. ഇതിൽ വരുന്നതായിട്ട് പിന്നെ നിങ്ങൾ ആദ്യം ഗിറ്റ്ഹബ് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാറില്ലെങ്കിൽ അതിൻ്റെ ലിങ്കിനകത്ത് ആ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് കൊടുക്കുക. നിങ്ങൾ അത് പോയിട്ട് എടുത്ത് നോക്കിയിട്ട് ഗിറ്റ്ഹബ് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഡിസ്പ്ലേ ടു Heroku ബട്ടൺ നോട്ട് അവൈലബിൾ ആണ് ചെല്ലി കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ ഹൗ ടു ലോഗിൻ ഗിറ്റ്ഹബ് അതിൻ്റെയൊക്കെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഗിറ്റ്ഹബ് ലോഗിൻ അതിൻ്റെ വെബ്സൈറ്റാണ്. പിന്നെ ട്യൂട്ടോറിയൽ വീഡിയോ ഗിറ്റ്ഹബ് ലോഗിൻ ചെയ്യുന്നതിൻ്റെ വീഡിയോത്തിൻ്റെ ഇത് കൊടുത്തിട്ടാണ് ചെല്ലിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണുന്ന ഫോർക്ക് ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ഈ റിപ്പോ നിങ്ങൾ ഫോർക്ക് ചെയ്തെടുക്കാം. ഫോർക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ആയിരിക്കും വരാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം വരും ഗിറ്റ്ഹബിൻ്റെ. ആ യൂസർ നെയിമിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫോർക്ക് ചെയ്ത് കിട്ടും. ഫോർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഇനിയൊരു പേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഞാൻ പുതിയൊരു ടാബ് തുറക്കുകയാണ്. ഇപ്പോൾ ഞാൻ പുതിയൊരു ടാബ് തുറന്നിട്ടുണ്ട്. അതിൻ്റെ സെർച്ച് ബാറിൽ heroku.com എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ Herokuൻ്റെ വെബ്സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ആപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് ഇതുപോലെ വന്നിട്ടുള്ളത്. ആപ്പ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ നിങ്ങളുടെ ആപ്പിൻ്റെ പേരൊക്കെ കാട്ടിക്കും. ഇവിടെ സൈഡ് കാണുന്ന ന്യൂ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആദ്യം കാണുന്ന ക്രിയേറ്റ് ന്യൂ ആപ്പ് ഒന്ന് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യാൻ ശേഷം നിങ്ങൾ ചോദിക്കുന്ന ആപ്പിൻ്റെ പേര് കൊടുക്കുകയാണ്. പിന്നെ അവിടെ കൊടുക്കുകയാണ് MT വെൽക്കം ബോട്ട് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ബിഗ് ലെറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല, സ്മോൾ ലെറ്ററിൽ യൂസ് ചെയ്യണം. അതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ക്രിയേറ്റ് ആപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ക്രിയേറ്റ് ആപ്പ് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കും. ഇതിൽ കാണുന്ന ഈ മൂന്നാമത്തെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതന്നെയായിരിക്കും പൊതുവെ വരുന്നുള്ളത്. ആ മൂന്നാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ അവിടെ കാണുന്ന ഗിറ്റ്ഹബ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഗിറ്റ്ഹബ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗിറ്റ്ഹബിൻ്റെ പേജ് റീഫ്രഷ് ആയി കിട്ടും. അതിൻ്റെ താഴത്തേക്ക് നേരെ കാണുന്ന കണക്ട് ടു ഗിറ്റ്ഹബ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താകുമ്പോൾ വീണ്ടും ആ പേജ് ഒന്ന് റീസ്റ്റാർട്ട് ആയി കിട്ടും. അപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് നിങ്ങളുടെ ഗിറ്റ്ഹബിൻ്റെ യൂസറിനെ അവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ താഴെ റിപ്പോ നെയിം ചോദിക്കും. അപ്പോൾ അവിടെ ഇതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. MT വെൽക്കം ബോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സ്പെല്ലിങ് തെറ്റിയാൽ വലിയ പ്രശ്നം ഉണ്ടാവും, ഒന്നും വരത്തില്ല. അതിൽ കാണുന്ന സെർച്ച് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ആയിരിക്കും. അവിടെ കാണുന്ന കണക്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ കണക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ റിപ്പോ ഈ Heroku കണക്ട് ആയിട്ടുണ്ടാവും. കണക്ട് ആയ ശേഷം ഏറ്റവും മുകളിലോട്ടൊക്കെ ഒന്ന് വരാം. മുകളിലോട്ടൊക്കെ വന്നതിന് ശേഷം അവിടെ കാണുന്ന സെറ്റിങ്സ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ സെറ്റിങ്സിൻ്റെ ആ കാണുന്ന സെറ്റിങ്സ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം നേരെ ടെലഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യാം. ടെലഗ്രാം ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ബോട്ട് ഫാദർ ഒന്ന് സെർച്ച് ചെയ്യാം. അതിൻ്റെ ബോട്ട് ഫാദറിൽ പോയി /new ബോട്ട് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിന് യൂസർ നെയിം കൊടുക്കാം. യൂസർ നെയിമിൻ്റെ പേര് കൊടുക്കാം. പിന്നെ അവിടെ വെൽക്കം ബോട്ട് ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ യൂസർ നെയിം ചോദിക്കുകയാണെങ്കിൽ യൂസർ നെയിം ഞാൻ വെൽക്കം ബോട്ട് എന്ന് കൊടുക്കുകയാണ്. വെൽക്കം MT ബോട്ട് എന്ന് കൊടുക്കുകയാണ് ഞാൻ. ഇപ്പോൾ വെൽക്കം MT ബോട്ട് ഇപ്പോൾ ഓൾറെഡി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും യൂസർ നെയിം കൊടുക്കുകയാണ്. MT വെൽക്കം ബോട്ട് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ യൂസർ നെയിം ആരും എടുത്തിട്ടില്ല. കാണുന്ന ടോക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തിട്ടും ആ ടോക്കൺ കോപ്പി ചെയ്ത ശേഷം നമ്മൾ നേരെ Heroku വരാം. Heroku താഴോട്ടൊക്കെ ഒന്ന് വരാം. ഇപ്പോൾ നമ്മൾ സെറ്റിങ്സിലാണുള്ളത്. അപ്പോൾ നമ്മൾ നേരെ താഴോട്ട് വേണ്ടി ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കും. ഇതിൽ കാണുന്ന കീൻ്റെ അവിടെ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. MT _bot _token എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ബിഗ് ലെറ്ററിൽ തന്നെ ആയിരിക്കും, സ്മോൾ ലെറ്ററിലും വർക്ക് ആവത്തില്ല. Gotta focus on yourself, on your faith, on your dreams, on your mind, on your health, yeah. You gotta work, never tell, keep your head down, find what you love and അപ്പോൾ അതേ പേജിൽ നമ്മൾ ഉണ്ടാവും. ശേഷം നേരെ താഴത്തേക്ക് വരാം. താഴത്തേക്ക് വന്നതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. വെയിറ്റ് ഫോർ CI to pass before deploy എന്ന് ക്ലിക്ക് ചെയ്യാം.
ക്ലിക്ക് ചെയ്ത ശേഷം നേരെ താഴത്തേക്ക് എന്നിട്ട് ഡിപ്ലോയ് ബ്രാഞ്ച് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാവുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഡിപ്ലോയ് ആയിട്ടുണ്ട്. ഡിപ്ലോയ് ആയ ശേഷം നേരെ ഏറ്റവും മുകളിലോട്ടേക്ക് വരാം. ഏറ്റവും മുകളിലോട്ടേക്ക് വന്നതിന് ശേഷം ഈ രണ്ടാമത്തെ ഓപ്ഷനിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഈ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്ത ശേഷം ഇവിടെ കാണും വർക്കർ പൈത്തൺ 3 ബോട്ട് PY എന്ന് കാണാൻ സാധിക്കും. ആ കൺഫേം ഒന്ന് ഓൺ ചെയ്ത് കൺഫേം ഒന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരെ ബോട്ട് ഭാഗത്തിൽ വരാം. ഇവിടെ കാണുന്ന /my bot ഒന്ന് ക്ലിക്ക് ചെയ്യാം. മൈ ഗെയിംസ് അല്ല മൈ ബോട്ട് ക്ലിക്ക് ചെയ്യാൻ ശേഷം നിങ്ങളുടെ ബോട്ട് ഒന്ന് എടുക്കാം. എന്നിട്ട് എഡിറ്റ് ബോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ ശേഷം ഇവിടെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻ കാണും. എഡിറ്റ് നെയിം, എഡിറ്റ് ഡിസ്ക്രിപ്ഷൻ. അപ്പം അതൊന്നും എഡിറ്റ് ആക്കുന്നില്ല. നമ്മൾ എഡിറ്റ് ആക്കുന്നത് എഡിറ്റ് ബോട്ട് പിക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിൻ്റെ ഒരു പിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ എനിക്ക് വേണ്ട ബോട്ടിൻ്റെ പിക്ക് ഞാൻ ഇവിടെ സെൻഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. സെൻഡ് ആക്കി കൊടുത്തതിന് ശേഷം ഇവിടെ കാണുന്ന ബാക്ക് ടു ബോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമ്മൾ നേരെ ബോട്ടിൻ്റെ യൂസർ നെയിമിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന ശേഷം ബോട്ട് ഒന്ന് സ്റ്റാർട്ട് കൊടുക്കാം. അത് നമ്മൾ ബോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരെ കാണുന്ന ബോട്ടിൻ്റെ ഇവിടെ വന്നിട്ട് ബോട്ടിൻ്റെ യൂസർ നെയിം കോപ്പി എടുക്കാം. അല്ലെങ്കിൽ ബോട്ടിൻ്റെ യൂസർ നെയിം അല്ലാണ്ട് ബോട്ടിലൊക്കെ കയറിയത് ഇവിടെ കാണുന്ന ആഡ് ടു ഗ്രൂപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ആഡ് ആക്കാം. ഗ്രൂപ്പിൽ ആഡ് ആക്കിയതിന് ശേഷം ഈ ബോട്ടിനെ നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ അഡ്മിൻ ആക്കാം. അതിന് വേണ്ടി ഗ്രൂപ്പിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് ആഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആഡ് അഡ്മിൻ എന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ബോട്ടിനെ ഈ ഗ്രൂപ്പിൽ അഡ്മിൻ ആക്കാം. അപ്പോൾ ഞങ്ങളുടെ വെൽക്കം ബോട്ടിനെ ഗ്രൂപ്പിൽ അഡ്മിൻ ആക്കാണ്. നോക്കാണ്ട് ഇപ്പോൾ ബോട്ടിനെ അഡ്മിൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നേരം വെൽക്കം ആയിട്ട് വന്ന് പുതിയ ആൾക്കാർ വന്നാൽ ഗ്രൂപ്പിൽ അങ്ങനെ വെൽക്കം മെസ്സേജ് ചെയ്ത് ബോട്ട് നമുക്ക് സെൻഡ് ചെയ്യുന്നുണ്ടോ സെൻഡ് ചെയ്യുന്നില്ല നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ ലിങ്കിനെ 2 പേർക്ക് ഇപ്പോൾ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ ജോയിൻ ആവാൻ നമുക്ക് നോക്കാം. അവന്മാർ ജോയിൻ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ അവന്മാർ വന്നിട്ടുണ്ട്. അവന്മാർ മാറ്റാൻ 2 പേരും വന്നിട്ടുണ്ട്. 2 പേരിൽ കാണാൻ സാധിക്കും. ഹലോ ഡാർക്ക് ഡെവിലും വന്നിട്ടുണ്ടാകും. പിന്നെ വെൽക്കം ടു ഇൻ സപ്പോർട്ടിൽ വന്നിട്ടുണ്ടാകും. പിന്നെ രണ്ടാമത്തത് ഹലോ വിക്ടറി മാരൻ വെൽക്കം ടു ഇൻ സപ്പോർട്ട് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമേ സബ്സ്ക്രൈബും ചെയ്യാം. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.